എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാ, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരുണ്ട്. പെണ്ണേ, നീ പള്ളിയിലല്ല വീട്ടിലല്ലേ നമസ്കരിക്കേണ്ടത്? നിനക്ക് വീടിന്റെ ഉള്ളറയിൽ നമസ്കരിക്കലല്ലേ ഏറ്റവും വലിയ ഉത്തമമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പാപം പൊറുക്കാനുള്ള 5ാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ സഹാബാ? നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കടാ ചെറുപ്പക്കാരാ. പള്ളിയിൽ പോയി 5 വഖത്ത് നിസ്കരിക്കുമല്ലോ, ഓടല്ലേ പൊന്നുമോന്, പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടല്ലേടാ. പടച്ചവനെ, പള്ളിയിലെ ഇമാമു സലാം വീട്ടിക്കഴിഞ്ഞ പടച്ചവനെ ദിക്ർ പറയാ സമയമില്ല, ദുആ ചെയ്യാ സമയമില്ല, ഇറങ്ങി ഓടുകയാണ്. വല്ലാത്ത തിരക്കാണല്ലോ. എന്തിനാടാ ധൃതി കാണിക്കുന്നത്? അല്ലാഹുവേ, പടച്ചവരെ, അതാ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിനെ പിടിച്ച് കരയിലിട്ടാൽ മുത്തുനബി പറയുകയാണ്, ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമല്ലോ. അല്ലാഹുവേ, പള്ളിയിൽ ജുമഅ നമസ്കാരം കഴിഞ്ഞ് ഇമാം സലാം വീട്ടിയാ ഇറങ്ങി ഓടുകയാ. പലരും ദുആ കേൾക്കുന്നത് വീട്ടിൽ നിന്നാണ്. അതുപോലെ ഓട്ടമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിലിട്ടാ അത് വെള്ളത്തിലേക്ക് പോകാ പിടയുമല്ലോ. ഇതുപോലെയാണ് ചിലര് പള്ളിക്കകത്ത് കയറിയാൽ അവർക്കെങ്ങനെയും പുറത്തു പോകണം. ആ മീന് വെള്ളത്തിന്റെ അകത്ത് തിരിച്ചു പോകുമ്പോൾ ആ പോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ പള്ളിക്കകത്ത് കിടന്നു കഴിഞ്ഞാൽ തീരുന്നില്ലല്ലോ തമ്പുരാന്. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത്. അതും കയറി വരുന്നത് ഇമാം കൈകെട്ടുന്ന സമയത്താ. ആ നമസ്കാരത്തിൽ പടച്ചവര് ഒന്ന് സലാം വീട്ടിയെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നല്ലോ. അല്ലാഹ്, എന്തൊരു ധൃതിയാ മോനെ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, നമസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേക്കല്ലേ. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു, അതാ പടച്ചവനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്തു, 3 സ്വലാത്ത് പറഞ്ഞു പിരിയുകയാണ്. എന്നാലും എഴുന്നേക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായിരുന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിരുന്ന നമസ്കാരം കഴിഞ്ഞ എഴുന്നേറ്റ് ഓടുകയാണ്. സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്, പോയിട്ട് തൂണിൽ ചാടുന്നവരുണ്ട്, ഭിത്തിയിൽ ചാടിയിരിക്കാൻ ധൃതി കാണിക്കുന്നവരുണ്ട്. എഴുന്നേറ്റ് പോകല്ലേ വാപ്പാ. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്ക്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ദുആ ചെയ്യുകയാ. ആ നിസ്കാരപ്പായിലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫിർ ലഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുമ്മ റഹ്മഹു, ഈ മനുഷ്യനോട് കരുണ കാണിക്കണേ ആ നിസ്കാരപ്പായിലിരിക്കുന്ന സമയമത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്കാർ, നിനക്ക് സ്വർഗ്ഗം അല്ലാഹു തരാർ, നിനക്ക് നരകമോചനം തരാ. അല്ലാഹുവേ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിന്നോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം വരുന്നതിന് വേണ്ടി അറിയാതെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്ന് ദുആ ചെയ്യുകയാ. ഇതിനെക്കാലം എന്തേ വേണ്ടത്? 1 മിനിറ്റ് ആണെങ്കിൽ, 5 മിനിറ്റ് ആണെങ്കിൽ ആ നമസ്കാരപ്പായിൽ തന്നെ ഇരിക്കുവാപ്പാ. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ഇമാം ബുഖാരി തങ്ങളല്ലേ ഹദീസ് വിശദീകരിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് പറയുകയാ, നമസ്കാരം കഴിഞ്ഞ അതേ മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയാണ്. അതുകൊണ്ട് സഹാബാ, പാപം പൊറുക്കാനുള്ള 10 വഴികളിൽ 5ാമത്തെ വഴി എന്തെന്നറിയുമോ? നിസ്കാരപ്പായിലിരിക്കണേ, നിസ്കരിക്കുന്ന മുസല്ലയിലിരിക്കണേ. മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ ചെറുപ്പക്കാരാ.